ആരെഴുതിയാലും അതിൽ കുറച്ച് അക്ഷരത്തെറ്റുണ്ട്. അതുപോലെ കുറച്ച് സ്ഫുടമായി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിൽ പിനി എഴുതുമ്പോൾ എഴുതുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പാർട്ടിയുടെ തീരുമാനം വന്നാലേ പറയാൻ പറ്റൂ. ആണോ? അതില് മറുപടി എനിക്ക് പറയാനുള്ളത്, അത് ആരെഴുതിയാലും അതിൽ കുറച്ച് അക്ഷരത്തെറ്റുണ്ട്. അതുപോലെ കുറച്ച് സ്ഫുടമായി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിൽ പിനി എഴുതുമ്പോൾ എഴുതുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ്? അത് പാർട്ടി പറഞ്ഞാലാണ് നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. അതെ. ഞാൻ തുടക്കത്തിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് പ്രവർത്തിച്ചത്. എൻ്റെ കൊണ്ടാഴി മണ്ഡലത്തിൽ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകയായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ 2000-2005 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ വളരെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു മെമ്പറായിട്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് 2001 ചേലക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ UDFന്റെ കാൻഡിഡേറ്റായി അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് സാധിച്ചു. 1340 വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. അന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരേ ഒരു മന്ത്രി മാത്രമാണ് അസംബ്ലി ഇലക്ഷനിൽ മത്സരിച്ചത്. അദ്ദേഹത്തിനെതിരെയായിരുന്നു എൻ്റെ മത്സരം ഉണ്ടായിരുന്നത്. പിന്നീട് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ KPCC പ്രസിഡന്റായിട്ട് AICC നേരിട്ട് നിയോഗിച്ച ഒരു 30 അംഗ KPCC കേരളത്തിൽ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതിൽ ആ 30 അംഗ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായി AICC എന്നെയും നിയമിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം എല്ലാ കാലഘട്ടത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. അത് പറയുന്നവരോട് തന്നെ ചോദിക്കണം. അതിൽ നമ്മളല്ലല്ലോ മറുപടി പറയേണ്ടത്. അത് ഓരോ വ്യക്തികളെ കുറിച്ചും, അത് എന്നെക്കുറിച്ചാണെങ്കിലും മറ്റുള്ള ആളുകളെ കുറിച്ചാണെങ്കിലും അവരെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അവർ നടത്തണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്കറിയില്ല. ഇപ്രാവശ്യം 2026 അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിചയവും അടുപ്പവുമുള്ള എല്ലാ ആളുകളുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും ഒക്കെ നിരന്തരം പാലക്കാട് ജില്ലയിലും മറ്റ് ജില്ലകളിലുമൊക്കെ സംവേദിക്കാൻ കഴിയുന്ന അവസരങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യൽ, ജനങ്ങളുടെ ഒരു തീരുമാനം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് കോങ്ങാട് നിയമസഭയിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.